ദുരൂഹതയുണർത്തി കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ. ഒരു കല്ലറ തുറന്നപ്പോൾ കണ്ടത് പായയിൽ പൊതിഞ്ഞ വസ്തു. ഇത് മൃതദേഹമെന്നാണ് സംശയം. കരിക്കോട്ടക്കരി പോലീസ് അന്വേഷണം തുടങ്ങി. നാട്ടുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ദുരൂഹത തോന്നിയപ്പോൾ പോസ്റ്റ് ഇട്ടതാണെന്ന് നാട്ടുകാരൻ ജിൽസ് ഉണ്ണിമാക്കൽ പറഞ്ഞു. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടപെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 3-4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കരിക്കോട്ടക്കരി പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നുവെന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഫോട്ടോ അതിനുശേഷം പുറത്തൊന്നും പോയില്ല. അത് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വാർത്തയാക്കി. അതൊരു വല്ലാത്തൊരു ദുരൂഹതയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അറിഞ്ഞവർ അത് ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. ആരും പുറത്ത് പറഞ്ഞില്ല. ഇപ്പം പള്ളിയിൽ പോലീസ് അടക്കം ഒത്തിരി ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. ഞാൻ പോയില്ല. ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്, ഏത് കുഴിയിലാണ് അടക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് 2 ബോഡിയുടെ ലക്ഷണമാണ് കാണുന്നത്. അവിടെയാണ് ആകെ ഒരു ദുരൂഹത തോന്നുന്നത്. 2 ബോഡി, ഒന്ന് പായ്ക്കകത്ത് പൊതിഞ്ഞതും ഒന്ന് അല്ലാത്തതും. ഈ പായ്ക്കകത്ത് പൊതിഞ്ഞ ബോഡി എങ്ങനെ വന്നു എന്നുള്ളതാണ് സംശയം. അത് വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. പള്ളിയാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്ന വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പ്രതികരിച്ചു. 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിന്റെ അന്വേഷണങ്ങൾ അന്നു മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കല്ലറയിൽ 2 പേരെ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രജിസ്റ്റർ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. വിവരങ്ങളുമായി CK വിജയൻ ചേരുന്നുണ്ട്. CK, അതായത് നിലവിലിപ്പോൾ ഫാദർ പറയുന്ന അനുസരിച്ചും അത് അങ്ങനെയുണ്ട്. അതായത് 2 സാധ്യത പറയുന്നു. ഒരുപക്ഷെ മൃതദേഹമായിരിക്കില്ല എന്നത് മൃതദേഹമാണ് എന്നുള്ളൊരു രീതിയിലേക്ക്, സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളൂ. കല്ലറ തുറന്നു നോക്കിയ ഒരു ഘട്ടം എന്തായിരുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിൽ നമുക്ക് സംശയം തോന്നുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സംശയം തോന്നുന്ന കാര്യം ഒരു പ്രത്യേക സാഹചര്യമാണ്. അതായത് സെപ്റ്റിക് ടാങ്കിലും കുളത്തിലും കിണറ്റിലും എന്തിന് സൂട്ട് കേസിൽ പോലും മൃതദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ കല്ലറക്കകത്ത് മൃതദേഹം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന ഒരു കെട്ട്, ഒരു വലിയ രീതിയിൽ പായയിൽ പൊതിഞ്ഞ ഒരു കാര്യം, ഒരു സാധനം കാണുന്നത്. അതാണ് മൃതദേഹം എന്ന് സംശയിക്കാനുള്ള കാരണം. പ്രത്യേകിച്ച് ആ കല്ലറയിൽ നേരത്തെ തന്നെ അടക്കിയ ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മുകളിൽ നിന്ന് താഴെ ഇട്ടതുപോലെ തോന്നിക്കുന്ന പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു പൊതി കാണുന്നത്. അത് സ്വാഭാവികമായും ഒരു ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു കാരണവശാലും സംസ്കരിക്കുന്ന രീതിയല്ല. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ, മണ്ണിലലിയാത്ത ഒരു കാര്യങ്ങളും മൃതദേഹത്തിനൊപ്പം ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നിഷ്കർഷിക്കുന്ന ഒരു സംസ്കാര രീതിയാണ് ക്രിസ്ത്യൻ സമുദായത്തിന് പ്രത്യേകിച്ചുമുള്ളത്. ആ സാഹചര്യത്തിൽ ഇതെന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് മൃതദേഹമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു, അതൊരു കല്ലറയ്ക്കകത്താണ് കാണുന്നത് എന്നത് സംശയം ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അത് മൃതദേഹമാണ് എന്ന് ഉറപ്പുവരുത്തലാണ്. രണ്ടാമത്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അടുത്തത് ആരുടേത് എന്ന ചോദ്യം. അങ്ങനെ മൃതദേഹം അവിടെ ആരെങ്കിലും അടക്കിയതായി രേഖകളില്ല. പക്ഷേ അതിനവിടെ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായി. പള്ളി കല്ലറയുടെ നമ്പറുകളൊക്കെ മാറിപ്പോയിരുന്നു. പുതുതായി പണിതപ്പോൾ അതിൻ്റെ നമ്പറുകളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പള്ളി അത് സംബന്ധിച്ച് പറയുന്നത്. ഏതായാലും 2 രീതിയിലുള്ള പരിശോധന ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഒന്ന്, പള്ളി ഇടവകയുമായി ബന്ധപ്പെട്ടാണ്. ഇടവകയിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ആരുടെയെങ്കിലും മൃതദേഹം ഈ പറയുന്ന 38-ാം നമ്പർ കല്ലറക്കകത്ത് ഏതെങ്കിലും രീതിയിൽ സംസ്കരിച്ചിട്ടുണ്ടോ എന്നതാണ് ഒന്ന്. ഇല്ല എന്ന് തന്നെയാണ് ഏതാണ്ട് ഉറപ്പായ കാര്യം. അതിനനുസരിച്ച് രേഖകൾ അവിടെയില്ല. രണ്ടാമത്, അങ്ങനെയാണെങ്കിൽ അത് ആ കാര്യം പുറത്തെടുത്ത് അത് മൃതദേഹമാണെന്ന് ഉറപ്പുവരുത്തുകയും മൃതദേഹം
മൃതദേഹമാണെങ്കിൽ അതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് രീതിയിലാണ് ഇനി കാര്യങ്ങൾ നടക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പരിശോധനകൾ നടക്കും. ഒരുപക്ഷെ ഈ ആദ്യത്തെ അന്വേഷണം, അതായത് ഇടവകയ്ക്കകത്ത് ഇങ്ങനെ സംസ്കരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ താൽക്കാലികമായി സീൽ ചെയ്തിരിക്കുന്ന കല്ലറ തുറക്കുകയും പോലീസ് അത് പരിശോധിക്കുകയും പിന്നീട് ബാക്കി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം ഇത് മൃതദേഹമാണ് എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ശരി, എന്താണ് എന്നുള്ളത് അതിലൊരു വ്യക്തതയില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു കല്ലറയിൽ 2 മൃതദേഹമോ എന്നുള്ളതാണ് ചോദ്യം.